ഹലോ ഗൈസ്, നമസ്കാരം. മിസ്റ്റർ മനാഫ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. അർജുൻ്റെ മരണത്തിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു. ആ ഇമോഷനെ വച്ച് മലയാളികളുടെ ഇടയിൽ നിങ്ങൾ പ്രചാരം നേടാനും ഫേമസ് ആകാനും പൈസ ഉണ്ടാക്കാൻ യൂട്യൂബ് ചാനലടക്കം തുടങ്ങുന്നു. ഈശ്വർ മൽപേ, നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങളും അർജുൻ്റെ മരണത്തിൽ നിങ്ങളും ഫേമസ് ആയി അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ വാക്കുകൾ കേട്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട മലയാളികളുടെ എല്ലാം ചങ്കിലിങ്ങനെ തുളഞ്ഞു കയറിയിട്ടുണ്ടാവും. ഇവൻ എന്തുവാടാ ഈ പറഞ്ഞതെന്ന് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്തൊരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, അർജുൻ എന്ന വ്യക്തിയുടെ തിരോധാന സമയം മുതൽ നിങ്ങൾ ഞാനും അടങ്ങുന്ന മലയാളി സമൂഹം, ചിലപ്പോൾ ഒരുപക്ഷെ മലയാളി സമൂഹം മാത്രമല്ല, അർജുൻ്റെ ഈ ഒരു വാർത്ത കേട്ട എല്ലാ മനുഷ്യരും ഒരുപോലെ വേദന തിന്ന സമയത്തിനെക്കുറിച്ച് ഒന്ന് ഓർത്തു പോകും. ആ വ്യക്തികൾ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ കേട്ട് ചിലപ്പോൾ ദേഷ്യം തോന്നും. കാരണം അർജുൻ്റെ തിരോധാന സമയം ഷിരൂരിൽ അദ്ദേഹത്തിനെ കാണാതാകുന്ന ആ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന ആ സമയത്ത് വീഡിയോ ചെയ്തൊരു വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് ഞാനും. അന്നത്തെ ആ വിഷയം സംസാരിക്കുമ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, അന്ന് അർജുൻ ഓടിച്ച സാഗർ എന്ന് പറയുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ തട്ടിക്കയറുന്ന കർണാടക പോലീസ് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. അദ്ദേഹം അവിടെ വരാൻ വേണ്ടിയിട്ട് പാടില്ലെന്ന് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മളടക്കം പല ചാനലുകളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ മനാഫ് ഒരു ശത്രുസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു അർജുൻ്റെ വീട്ടുകാർക്ക്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അർജുൻ്റെ വീട്ടിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി ആ കുടുംബത്തിന് മൊത്തം അവിടെ നിന്ന് അവരുടെ സമാധാന അന്തരീക്ഷം തകർക്കാനും അവരെ ഏറിൽ പിടിച്ച് കയറ്റാനും വേണ്ടിയിട്ട് ആരോ നടത്തിയ കുൽസിത പ്രവൃത്തിയിൽ ആ വീട്ടുകാർ വീണുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മനാഫിനോട് കഴിഞ്ഞ ഇത്രയും നാളുകളില്ലാത്ത ഒരു വിരോധം ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർക്ക് വരാൻ ഒരിക്കലും വേറൊരു വഴിയുമില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആരോ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ആരോ നടത്തിയിട്ടുള്ള അവരുടെ മനസ്സിൻ്റെ അകത്ത് വിഷവിത്തുകൾ പായിക്കൊടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കാം ഇത് എന്ന് എനിക്ക് വളരെ വലിയ സംശയവുമുണ്ട്. മനാഫ് എങ്ങനെയാണ് ശത്രുസ്ഥാനത്തെത്തുന്നത്? മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണോ? അതോ മനാഫ് എന്നുള്ള പേരാണോ? അതോ മനാഫ് എന്നുള്ള വ്യക്തി ലോറിയുടെ ഉടമ ആയതുകൊണ്ടാണോ? അതോ അദ്ദേഹം ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെയോ അർജുനെതിരെയോ വളരെ മോശമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്, പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അതുകൊണ്ടൊക്കെയാണോ? എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം വന്നതിന് പിന്നാലെ മനാഫ് ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു സ്ഥലത്തിൻ്റെ പ്രദേശത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തൊരു സ്ക്വയർ അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ, അവിടെ ഞാൻ വന്ന് നിൽക്കാം, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊന്നാളി എന്ന് അദ്ദേഹം മലബാർ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു. കല്ലെറിഞ്ഞ് കൊന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ വാപ്പ, നമ്മുടെ സാഗർ എന്ന് പറയുന്ന സാഗർ കോയ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വാഹനങ്ങളും ബിസിനസ്സൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് സാമ്പത്തിക അടിത്തറ ഉള്ളൊരു മനുഷ്യൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുൻ്റെ പേരിൽ അർജുൻ്റെ ഫോട്ടോ ഇട്ടു, നമ്മുടെ ലോറി ഉടമ മനാഫ് എന്ന് അതിന് പേര് വെച്ചു. ഒരു വളരെ തുച്ഛമായ ആൾക്കാർ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ചാനൽ, അഥവാ മലയാളികളുടെ മുമ്പിൽ രണ്ട് വലിയ ഇൻസിഡൻസ് സോഷ്യൽ മീഡിയക്കകത്ത് പ്രചണ്ഡമായി കെട്ടിയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധ തിരിയും. അർജുൻ വിഷയം നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അർജുൻ്റെ ബോഡി കിട്ടാതെയോ അദ്ദേഹത്തിൻ്റെ ലോറി കിട്ടാതെയോ ആ സമയത്താണ് അടുത്ത് നമ്മുടെ ഈ മുണ്ടക്കൈ ദുരന്തം വരുന്നത്. വളരെ ദാരുണമായ ആ ദുരന്തം ഉണ്ടായ സമയത്ത് മലയാളികൾ കൂട്ടത്തോടെ അതിന് പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ മുഴുകി. അതിനുശേഷം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. അതിനുശേഷം ആ ഒരു വിഷയത്തിൻ്റെ മസാലകളിലേക്ക് നമ്മൾ തിരിയുന്നു. അങ്ങനെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിച്ചപ്പോൾ മലയാളികൾ അർജുൻ്റെ വിഷയം പകുതി വഴി നിർത്തിയതുപോലത്തെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മനുഷ്യൻ, അഥവാ മനാഫ് എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ശ്രദ്ധ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തിട്ട് അവസാനം ഈ അർജുൻ്റെ ബോഡി കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ ഒരു വാഹനം കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹം വീഡിയോ ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലോറിക്ക് അർജുൻ്റെ പേര് കൊടുക്കുന്നതിനെ ചൊല്ലിയും തർക്കം. അർജുൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹം ഫണ്ട് പിരിവ് നടത്തുന്നു എന്നുള്ള കാര്യം ഒക്കെ പറയുന്നു. ഇതെല്ലാം പറയുന്നത് അർജുൻ്റെ അളിയനാണ്. അർജുൻ്റെ അളിയനെക്കുറിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് പരക്കമായിട്ട് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രചരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം പല രീതിയിൽ പല തരത്തിൽ നമ്മൾ പല ആക്രമണങ്ങൾ ഇങ്ങനെ നേരിടുന്നെങ്കിലും വിഭാഗീയമായി വർഗീയമായി നമ്മളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചില ചിത്തശക്തികൾ നിരന്തരമായി പ്രയത്നിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അത് കേരളത്തിൽ വില പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ സാഹോദര്യമാണ്
കേരളത്തിൻ്റെ അകത്ത് ജീവിക്കുന്നവരുടെ സാഹോദര്യവും മതേതര ഉള്ള ആ ഒരു മനസ്ഥിതിയുമാണ്. ആ മതേതര കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയും എന്നെയും മതത്തിനപ്പുറത്ത് നമ്മളൊരു മനുഷ്യരാക്കി നിർത്തുന്നതും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സമത്വത്തിൻ്റെ നിഴലിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതും. അതിന് തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ മലയാളികളുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു കാര്യവും വിലപ്പോവില്ല. മനാഫിനെ എതിരെ പറയുന്ന കാര്യങ്ങൾ, മനാഫ് എന്ത് തെറ്റ് ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? മനാഫ് എന്ത് തെറ്റാണ് ചെയ്തത്? മനാഫ് എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനാഫിനെതിരെ ചില മുസ്ലിം തീവ്രവാദ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിനെ ഉപയോഗിച്ച് വളരെ വലിയ പ്രചണ്ഡമായിട്ട് കമൻറ്റ് ബോക്സുകളിൽ ചില ആക്രമണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? മനാഫ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് അർജുൻ്റെ പേര് കൊടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണോ? മനാഫ് അർജുൻ്റെ പേര് വൈകാരികമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ ഫാമിലി ആദ്യം കേസ് കൊടുക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെയാണ്. അർജുൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയതും കിട്ടാത്തതും വസ്തുതാ വിരുദ്ധവുമായിട്ടുള്ള പല കാര്യങ്ങളും പടച്ചു വിട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. വൈകാരികവും അതിവൈകാരികവുമായിട്ടുള്ള പല കാര്യങ്ങളും പണത്തിന് വേണ്ടിയിട്ട്, TRPക്ക് വേണ്ടിയിട്ട്, TVR റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വികാരത്തിനെ കുത്തി നിറച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഇന്നും അത് തുടരുന്നു. നിങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ചത് അതും മാധ്യമങ്ങൾക്കിടയിലേക്ക് തന്നെയാണ്. ഇതേ മാധ്യമങ്ങൾ അതിവൈകാരികത കലർത്തി ഈ ഒരു വാർത്തയെ സൃഷ്ടിക്കുന്നതിനപ്പുറം എന്ത് തെറ്റാണ്, അതിനെക്കാട്ടിലും അപ്പുറത്തെ ഗുരുതരമായ തെറ്റാണ് മനാഫ് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും കേസ് കൊടുക്കണം. അർജുൻ്റെ മരണം ജനങ്ങൾ ഒരുപാട് വേദനയിലാഴ്ത്തിയത് കൊണ്ട് തന്നെ അതിനെ വെച്ച് നിരന്തരമായി ഇന്നും അതിനെ വെച്ച് ആഘോഷിക്കുന്നവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം. അവിടെ മനാഫ് എന്നുള്ള വ്യക്തി, നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അദ്ദേഹത്തിൻ്റെ ലോറി നഷ്ടപ്പെട്ടു. ആ ലോറി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലോറിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചിലപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു പൈസയൊക്കെ തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ ലോറി ചിലപ്പോൾ തിരിച്ച് കിട്ടിയേക്കാം. എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മറ്റുള്ള കാര്യങ്ങൾ ഇൻഷുറൻസിൻ്റെ സൈഡും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയത്തില്ല. വിശദമായിട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അത് ഒരു നാച്ചുറൽ കലാമിറ്റി സംഭവിച്ചത് കാരണം തന്നെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒത്തിരി കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അത് വിട്ടുപോയാൽ പോരെ? മനാഫ് എന്നുള്ളൊരു വ്യക്തി ആദ്യം അവിടെ തമ്പടിച്ചതിന് ശേഷം മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് മുതലല്ലേ ഇവിടെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൂടുതൽ എത്തിയത്? അവിടെ പൊതുശ്രദ്ധ വരുന്നതും മീഡിയ അറ്റൻഷൻ വരുന്നതും കർണാടക സർക്കാരോ അല്ലെങ്കിൽ കർണാടക പോലീസ് അവിടെ നിന്ന് എല്ലാവരും ഓട്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്തും അവിടെ മുമ്പിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആൾക്കാർ. അപ്പം ഈ പറയുന്ന ആൾക്കാർ, ഈശ്വർ മൽപേ, രഞ്ജിത്ത് ഇസ്രായേൽ, അതുപോലെ തന്നെ ഈ നമ്മുടെ മനാഫ് അടക്കമുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഇതൊക്കെ വെറും എന്താണ് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകീയമായ രംഗമാണോ? കേരളത്തിലെ മുഴുവൻ മലയാളികളും കരഞ്ഞിട്ടുണ്ടാവും. അവരെല്ലാവരും ഷോ ഓഫിന്റെ പാത്രം കാണോ? ഇന്ന് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ, അവരുടെ ഈ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിനോട് എനിക്ക് എന്താണ് അവർക്ക് പറ്റിയതെന്ന് എനിക്ക് തോന്നിപ്പോയി. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ ഒരു അളിയൻ എന്ന് പറയുന്നത്, ഈ അർജുൻ്റെ അളിയൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ ഈ മനാഫിനെ തള്ളി പറയാനുള്ള സാഹചര്യം ഉണ്ടായതാണോ? ആ കുടുംബത്തിന് മൊത്തത്തിൽ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് ആരെങ്കിലും വിഭാഗീയമായ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പൈസ പണപ്പിരിവിനെ കുറിച്ച് പറയുന്നു, മനാഫ് പണപ്പിരിവ് നടത്തി എന്ന് പറയുന്നു. പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച്, ഇതിപ്പോൾ നിലവിൽ രണ്ടുപേരുടെ കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മൽപ്പയ്ക്കെതിരെയും നമ്മുടെ മനാഫിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കുറച്ച് നാളിന് മുമ്പ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള പല ആൾക്കാർ അവിടെ വരാൻ പാടില്ല, മനാഫിന് അവിടെ നിന്ന് മാറ്റം വരുത്തണം, അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും വന്നു. അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മൽപ്പയും അവിടെ ഇത്രയും നാൾ തമ്പടിച്ചിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസയും മുടക്കിയിട്ട് അർജുൻ്റെ കിട്ടിയിട്ട് തിരിച്ചു പോവുള്ളൂ എന്ന് ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിന്ന മനാഫും ഒക്കെ കുറ്റക്കാരാവുന്നത് അവരിലേക്ക് കൂടുതൽ ജനങ്ങൾ വിശ്വാസ്യത അർപ്പിച്ചത് കൊണ്ടാണ്. അത് ചിലപ്പോൾ ഈ അർജുൻ്റെ അളിയനെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ടായേക്കാം. ഒരു കോമൺ മാൻ്റെ ഒരു ചിന്ത മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. ഇപ്പോൾ നമ്മൾ ഇനിയും ജീവിക്കാനുള്ളവരാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ കേട്ടെ, ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം, ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉള്ളതാണ്, ഞങ്ങൾ അതിൻ്റെ ആഫ്റ്റർ ഇതെല്ലാം കഴിഞ്ഞിട്ട് കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണത്തിൻ്റെ കാര്യം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പണം തന്നിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് അതിനൊരു ഇമോഷൻസ് വച്ച് ഇതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാനൊരു കാര്യം മാത്രം ചോദിച്ചോട്ടെ സഹോദരന്മാരെ, അല്ലെങ്കിൽ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയോട് ചോദ്യം ചോദിച്ചോട്ടെ. അർജുൻ്റെ പേരിൽ ഒരു ജോലി അദ്ദേഹത്തിൻ്റെ വിധവയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്ത ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും ഇത് കാണുന്നത്. നിങ്ങൾ ആ ഒരു ജോലിയും വേണ്ടെന്ന് വയ്ക്കുമോ? ചോദിച്ചതാണ്. കാരണം അർജുൻ്റെ നഷ്ടത്തിലാണ് ആ ഒരു ജോലി അവർ കിട്ടുന്നത്. അതോ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന പല ആൾക്കാർക്കും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശമുണ്ടോ? ഒന്നും അറിയില്ല. ഞാനും
അർജുന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പലരും അർജുന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ശബ്ദം ഒന്ന് മാത്രം, അർജുൻ എന്നുള്ള വ്യക്തി ജീവനോടുണ്ടെങ്കിൽ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം, അഥവാ അദ്ദേഹം എവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥിരീകരിക്കപ്പെടണം. അത്രയും വലിയ കനത്ത നാശനഷ്ടം ഉണ്ടായ ആ സ്ഥലത്ത് കർണാടകയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ജഡങ്ങൾ പോലും അവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു നിസ്സംഗത നമ്മൾ കണ്ടതാണ്. പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെ പ്രാർത്ഥനയും അവരൊറ്റ ഇതിൽ നിന്നും അർജുനെ കിട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് പോലും ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വന്ന സാഹചര്യം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ള ചർച്ചകളിലേക്ക്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് ദുരന്തവും, അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ജനങ്ങൾ മറന്നു പോകരുതേ. ഇവിടെ ഒരു വിഷയം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അർജുനെ നിങ്ങൾ മറക്കരുതേ എന്നുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രം കാണാനുള്ള ഒരു ചെറിയ ചാനലിൻ്റെ അകത്ത്, ഒരു 10,000-ൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലിൻ്റെ അകത്ത് ഈ ഒരു വാർത്താ സമ്മേളനം നടന്നതിന് ശേഷം ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആ ചാനൽ കയറിയിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ആ ഒരു വെറുപ്പിന് നിങ്ങൾ പാത്രമാവുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. എനിക്കിവിടെ ആരെയും വെറുപ്പ് സമ്പാദിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അസ്ഥാനത്തായി പോയി ആ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് ഒരു 16 അതിൻ്റെ ഒരു കർമ്മങ്ങൾ നടക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മനുഷ്യനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പിച്ചു ചീന്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ ഒരു പത്രസമ്മേളനം ശരിക്കും പറഞ്ഞാൽ അനവസരത്തിലായി പോയിരുന്നു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആ രീതിയിൽ പരിഹരിക്കപ്പെടണമായിരുന്നു. മറിച്ച് ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അയാൾ നിർത്തുന്നില്ല. ഞാൻ നോക്കിയിട്ട് അയാൾ എന്ത് നടത്തുന്നില്ലെന്നാണ്. ഇപ്പം ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഇവിടെ മനാഫ് ഒരു തെറ്റുകാരനാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാനുള്ള സാഹചര്യം ഉണ്ടത്. ഒന്ന്, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് ചാനൽ, യൂട്യൂബ് ചാനൽ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് ദുരന്തവും, ഈ രണ്ട് വിഷയങ്ങളും ഒരേ സമയത്ത് നിൽക്കുന്ന സമയത്ത് മലയാളികൾ മറന്നൊരു വിഷയമാണ്. അതിന് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ? അർജുന്റെ വാഹനം ലഭിച്ചതിന് ശേഷം ഇന്നേ വരെ അദ്ദേഹത്തിന്റെ ചാനൽ അദ്ദേഹം ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ വലിയ സാമ്പത്തികമായിട്ട് അടിത്തറ ഉണ്ടായിരുന്ന കുടുംബപരമായ ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണമോ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ പണം ഉണ്ടാക്കേണ്ടത്? അർജുന്റെ പേര് വണ്ടിക്ക് വാഹനത്തിന് കൊടുക്കണം എന്നുള്ള കാരണത്തിനെ കുറിച്ച് പറഞ്ഞു, ഇമോഷൻസിനെ കുറിച്ചും പറയുന്നു. നടൻ ജയൻ കോളക്കം എന്നുള്ള സിനിമയ്ക്കകത്ത് അദ്ദേഹം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു അതിസാഹസികമായ രംഗം പകർത്തുന്നതിനിടയ്ക്ക്. ഓക്കെ, ആ ഒരു രംഗത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള ജയൻ, കലാഭവൻ മണി തുടങ്ങി അനവധി കലാകാരന്മാരും സാധാരണ സാമൂഹിക പ്രവർത്തകരടക്കം പലരും പല സാഹചര്യങ്ങളിൽ നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് ഇന്നും സംസാരിക്കുന്നവർ അവരുടെ ഇമോഷൻസിനെ വിറ്റ് തിന്നുന്നവരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അർജുൻ എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തും എന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ, ഇനി ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായാൽ, ഇനി ഇതുപോലൊരു അപകടങ്ങളിലൂടെ ആരുടെയെങ്കിലും ജീവൻ എടുക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അർജുന്റെ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരും. ആ ഒരു ചർച്ചയിൽ മറ്റൊരു കാര്യം കൂടെ വരും. മനാഫിനെ പോലെ, അതുപോലെ ഈശ്വർ മൽപ്പയെ പോലെ, രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെ പല മനുഷ്യസ്നേഹികളും കൂടെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അമൂല്യമായ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട വാക്കുകളാണ്. അത് ചരിത്രമാണ്. അതിനെ തിരുത്താൻ ഇനി ആര് വിചാരിച്ചാലും സാധ്യമല്ല. അല്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ രേഖാമൂലം അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകൾ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിനെ തള്ളിപ്പറയാനോ അദ്ദേഹത്തിന് കല്ലെറിയാൻ ഇട്ടുകൊടുക്കാനോ മലയാളികൾ തയ്യാറാകുമെന്ന് ആരും വ്യാമോഹിക്കണ്ട. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുത്തിത്തുരിപ്പുണ്ടാക്കാനും കുഴിത്തുരുമ്പുണ്ടാക്കാനും ആ വീട്ടിലേക്ക് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് കർമ്മയാണ്. കർമ്മ ഇസ് എ ബൂമറാങ്, ഡെഫിനറ്റ്ലി വിൽ ഹിറ്റ്. അത് വൺ ഡേ അത് സംഭവിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. യശശരീരനായ അകാലത്ത് വിട്ടുപോയ ഒരു സഹോദരൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഒരു പിഞ്ചു കുഞ്ഞും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും ഒക്കെ അച്ഛനും ഒക്കെ അടങ്ങുന്ന ആ ഒരു കുടുംബം, ആ കുടുംബത്തിനെ ആരോ ഒരാൾ തീർച്ചയായിട്ടും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അളിയനെ കുറിച്ച് വളരെയധികം ഇതായിട്ടൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, അതെൻ്റെ ആവശ്യമുള്ള കാര്യമല്ല. രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, അഭിപ്രായം ആർക്കും പറയാം, ഒരു സംശയം വേണ്ട. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മറ്റൊരു കണ്ണോടുകൂടി, വർഗീയമായ കണ്ണോടുകൂടിയാണ് മനാഫിനെ കണ്ടുകൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുള്ളതെങ്കിൽ കാലം അതും അടയാളപ്പെടുത്തും. അതിനും വേറെ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഇവിടെ വികാരം വിറ്റ് തിന്നുന്നത് ആരാണെന്നും വികാരത്തിനെ വച്ച് കാശുണ്ടാക്കുന്നത് ആരാണെന്നും വികാരത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രചണ്ഡമായിട്ട് അഴിച്ചുവിടുന്ന വാർത്തകൾ വാർത്താ മാധ്യമങ്ങളെക്കാട്ടിലും
അത്രത്തോളം ഒന്നും ആരും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും കൂടെ അർജുൻ്റെ വീട്ടുകാർ ഒന്ന് മനസ്സിലാക്കണം. അവിടെ പല സമയങ്ങളിലും മുനവച്ച വാക്കുകൾ നമ്മുടെ ഈ മനാഫിനെതിരെ വരുന്ന സമയങ്ങളിലെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമം തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് കൂടുതലായിട്ട് വന്നു. അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്ക്വയറിൽ വന്ന് നിൽക്കാം, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നുള്ളൊരു വാക്കിനപ്പുറം ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വാക്കിനും ആവശ്യമില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് യശശരീരനായിട്ടുള്ള അർജുൻ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിൽക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജയന്റെയും മണിച്ചേട്ടന്റെ അടങ്ങുന്ന പല ആൾക്കാരും നമ്മളെ വിട്ടുപോയ പല ആൾക്കാരുടെ പേരിൽ ഇന്ന് സ്ഥാപനങ്ങളുണ്ട്, അവരുടെ പേരിൽ വാഹനങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പല ആൾക്കാരും സ്നേഹം കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അവരുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ അർജുന്റെ പേരിൽ ഒരു വാഹനത്തിൽ അർജുന്റെ പേര് അർജുൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് തെറ്റാണ് അതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നില്ല. ഇമോഷൻസിനെ വിറ്റ് തിന്നുന്നു എന്ന് പറയുന്നതെങ്കിൽ ആ ഇമോഷൻ അദ്ദേഹത്തിന്റെ 16 അടിയന്തര ചടങ്ങ് കഴിയുന്നത് വരെയെങ്കിലും നിങ്ങളും കാത്തിരിക്കണമായിരുന്നു. അതിനു മുമ്പ് ഈ തിടുക്കത്തിൽ ഇങ്ങനൊരു വളരെ മോശമായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അപലപനീയമാണ്, വളരെയധികം മനുഷ്യത്വരഹിതമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അർജുന് വേണ്ടിയിട്ട് വേദനിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ മുമ്പിലേക്കാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു മനുഷ്യനെ, മനാഫിനെ, ഇന്ന് ഇട്ടുകൊടുക്കുന്നത്. അത് കാലത്തിന്റെ കാവ്യനീതിയായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന ഗൈസ്, ബൈ.